മാംഗല്യം. രചനാവതരണം നന്ദു കൃഷ്ണ. ഒരേപോലെയാണ് രണ്ടുപേരുടെയും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിയത്. അവളെ പിടിച്ച വലിയിൽ പെണ്ണ് നേരെ വന്ന് നെഞ്ചിലേക്ക് ഇങ്ങനെ വീഴുമെന്ന് കരുതിയില്ല. അതിന്റെ ഒരു ഞെട്ടൽ തീരുന്നതിന് മുന്നെയാണ് അവളുടെ ഈ വെപ്രാളം പിടിപ്പും കാര്യങ്ങളുമൊക്കെ ശരീരം പോലും അറിയുന്നത്. അവൻ അവളുടെ ഇടുപ്പിലെ പിടി ഒന്നയച്ചെങ്കിലും കയ്യിലെ പിടി വിട്ടില്ല. പൊന്നിന്റെ അച്ഛൻ വിട്ടേ, സമയം പോകുന്നു. അവൾ ആ കൈ തിരിച്ചും മറിച്ചും കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേലും അവനതൊന്നും കേൾക്കാതെ അവളെ നോക്കി മുന്നിൽ തുറന്നു വെച്ച ചോറുപൊതിയിലേക്ക് മാറി മാറി നോക്കി. പൊന്നിന്റെ എന്തടി ഇത്? അവൾ മറുപടി പറയാതെ തല കുനിച്ചു. ഒന്നാമത് നിനക്ക് രാവിലെ സമയമില്ല. ആ നേരമില്ലാത്ത നേരത്തെ എന്തിനാടി ഇത് വെട്ടി വറുത്തത്? അവന്റെ പാത്രത്തിൽ വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ചൂണ്ടിയാണ് അവനത് ചോദിച്ചത്. രാവിലെ അവനും കൂടി അത്യാവശ്യം കയറി സഹായിക്കാം എന്ന് പറഞ്ഞാൽ മണിക്കുട്ടി അമ്പിനും വില്ലിനും ഹരിയൊന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. എന്നാലും അവനെന്നും ഈ ഒരു കാര്യത്തിന് അടുക്കളയിൽ ചെല്ലാറുണ്ട്. ഇന്നും അങ്ങനെ ചെല്ലുന്ന നേരമായപ്പോഴേക്കും പെണ്ണ് ഒരുമാതിരി ജോലിയെല്ലാം ഒതുക്കിയിരുന്നു. അവനും അവൾക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലയിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും തോരനും ഇത്തിരി അച്ചാറും പൊതിയുന്ന നേരത്താണ് അപ്പുറത്തു നിന്നും സീതമ്മ കൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞ് അച്ഛൻ ചുവന്ന മീൻ കൊണ്ടുവരുന്നത്. ഹരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണത്. അച്ഛനും മോൾക്കും അത് പൊരിച്ചതുണ്ടെങ്കിൽ പച്ചച്ചോറാണെങ്കിലും ഇഷ്ടം പോലെ പോകും. അങ്ങനെ അച്ഛൻ ഇത് കൊണ്ടുവരുന്ന വഴിക്ക് ഇത് ഇത്തിരി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് രണ്ടെണ്ണം പൊരിച്ചുകൊണ്ട് പോകാമായിരുന്നല്ലോ അച്ഛ എന്ന് അറിയാതെ ഒന്ന് പറഞ്ഞുപോയി. അത് കേട്ടതിന്റെ ആകും പെണ്ണ് ഇത്രയും ഒതുക്കിയ നേരത്ത് പോലും പിന്നെ രണ്ടെണ്ണം എടുത്ത് തനിക്കായിട്ട് വെട്ടി വറുത്തത്. അത് തനിക്ക് നേരം വൈകിയ നേരത്തും. ഡി, ചോദിച്ചതിന് മറുപടി പറയടി. ഇത് കൂടി ചെയ്യാൻ പോയിട്ടല്ലേ നീ ലേറ്റായത്? അവൻ ആ പിടുത്തം ഇത്തിരി മുറുക്കി ചോദിക്കുന്ന നേരത്താണ് കൈമള് അകത്തേക്ക് കയറി വരുന്നത്. കൈമള് കയറി വരുന്ന വഴിക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്ന മണിക്കുട്ടിയുടെ നിൽപ്പ് കണ്ടാൽ അവനും അവളും കൂടി ചേർന്ന് എന്തോ രഹസ്യം പറയുകയാണെന്ന് ആർക്കും തോന്നും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ അങ്ങനെ കണ്ടതും കൈമള് അറിയാതെ ഒന്ന് ചുമച്ചുപോയി. ഹരിയുടെ നോട്ടം തെറ്റിയ ആ ഒരു നിമിഷം മതിയായിരുന്നു മണിക്കുട്ടിക്ക് അവരുടെ കയ്യും വിട്ട് മുറിയിലേക്ക് ഓടാൻ. അവള് അച്ഛനെ നോക്കാതെ ഓടിയെങ്കിലും ഹരി അല്പം ചമ്മിക്കൊണ്ട് പൊതി തിരിച്ചതുപോലെ പൊതിഞ്ഞ് പുറത്തേക്കിറങ്ങി. വെപ്രാളം പിടിച്ച് മുറിയിലേക്ക് എത്തിയവള് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്തു. നിനക്ക് വന്നപ്പോൾ ജോലി ചെയ്യാൻ ഒട്ടും സ്പീഡില്ല മണിക്കുട്ടി കേട്ടോ. ഈ പോക്കാ പോകുന്നെങ്കിൽ ആ വാമനൻ നിന്നെ കപ്പല് കയറ്റും. ഇത്രയും കൂടി നേരത്തെ നീ പണിയൊക്കെ തീർന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വാല് മുറിഞ്ഞ് നിൽക്കേണ്ടി വരില്ലായിരുന്നു ആൾക്ക് മുന്നിൽ. അവള് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി സ്വയം ശ്വാസിച്ചു. നീ ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല മണിക്കുട്ടി. പോകുമ്പോൾ ആളുടെ കൂടെ വേണം പോകാൻ. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് മണിക്കുട്ടി കുളിച്ചൊരുങ്ങി വന്നപ്പോഴേക്കും നേരം നല്ലോണം താമസിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ധൃതിയിൽ പാഞ്ഞു പോകാൻ തുടങ്ങിയവളെ കൈമളാണ് പിടിച്ചു നിർത്തിയത്. ആ ചുട്ടുവെച്ചിരിക്കുന്ന ദോശയിൽ ഒരെണ്ണമെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഒന്നാമത് ലേറ്റായതിന് ദേഷ്യം വന്ന് നിൽക്കുക അവൻ. ഈ ധൃതിയിൽ നീ പുറത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത് ആഹാരം കഴിച്ചോന്നാവും. അതിനും കൂടി നുണ പറയാൻ പോയാൽ ഇന്നത്തെ നിന്റെ കാര്യം തീരുമാനമാക്കുവാ ചെറുക്കൻ. കൈമള് അത് പറഞ്ഞു കേട്ടതും പെണ്ണ് അതേ സ്പീഡിൽ അടുക്കളയിലേക്ക് പോയി ഒരു ദോശ എങ്ങനെയൊക്കെയോ കുത്തിത്തിരികി കഴിച്ച് വെള്ളവും കുടിച്ചു. ശരിക്കും വെള്ളം കുടിക്ക്, അത് കുതിർന്നെങ്കിലും താഴോട്ട് ഇറങ്ങട്ടെ. രണ്ട് കവിള് നിറച്ചു വെച്ചേക്കുന്ന ദോശയും വെള്ളം കൂടി കണ്ട് മാഷ് അറിയാതെ ചിരിച്ചുപോയി. ഇതിന് മറുപടി ഞാൻ പറയാൻ ഇപ്പൊ സമയമില്ല, വൈകിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. അവളെ കളിയാക്കിയത് ഒട്ടും ഇഷ്ടപ്പെടാതെ പോലെ പെണ്ണ് ഭീഷണി പോലെ പറഞ്ഞതും ഐ ആം വെയിറ്റിംഗ് എന്നൊരു മാസ് ഡയലോഗ് അടിച്ച് കൈവളും തന്റെ പുച്ഛം ഒട്ടും കുറച്ചില്ല. അങ്ങനെ ഓടി പുറത്തേക്കിറങ്ങിയ മണിക്കുട്ടി കാണുന്നത് കാറിൽ കയറിയിരുന്ന് വണ്ടി ഇരപ്പിക്കുന്നവനെയാണ്. അവൾ വേഗം ചെന്ന് മുന്നിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടും മുന്നേ തന്നെ ചോദ്യം എത്തി. ആഹാരം കഴിക്കാതെ ആയിരിക്കും വരവ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറില്ല പൊന്നിന്റെ അച്ഛനെ പോലെ. മനസ്സിൽ മാഷിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് പിണങ്ങിപ്പോയി ആഹാരം കഴിക്കാത്തവനെ അവള് നൈസായിട്ടൊന്ന് കുത്തി. ഓ, അവളെ നോക്കിയൊന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ വണ്ടി എടുക്കാൻ തുടങ്ങിയതും പരുന്ത് പറന്നിറങ്ങും പോലെ കുഞ്ഞിപ്പെണ്ണ് വന്ന് അവന്റെ മുന്നിലേക്ക് നിന്നു. അരി, അവള് സൈഡിലേക്ക് ചെന്ന് വണ്ടി തുറക്കാനായിട്ട് പിടിക്കാൻ തുടങ്ങി. എന്താ പൂവേ മോളെ, അച്ഛന് ഓൾറെഡി ലേറ്റായി.
നിശ്ചൽ ലേറ്റായി. അരി എന്നെ ശൂലി കൊണ്ടുപോയി വിട്, എന്നിട്ട് ശൂലി പോയാ മതി. ഒറ്റ കാലിൽ നിന്നുകൊണ്ടുള്ള പൂവിന്റെ ബഹളം കേട്ടതും ഹരി ശരിക്കും പകച്ചുപോയി. പൊന്നെ, മോള് അപ്പുറത്തെ മുത്തച്ഛന്റെ കൂടെ പ്ലേ സ്കൂളിൽ പോകുവാണെന്ന് പറഞ്ഞ് പോയല്ലേ, പിന്നെന്ത് പറ്റിയടാ കണ്ണാ? ഹരി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു. നിച്ച് പേശൂലി പോണ്ട, നീ അങ്കമ്പാടി പോയാ മതി. അവളുടെ ആവശ്യം കേട്ടതും അകത്തു വന്ന കൈമളും ഹരിയെ ഒന്ന് നോക്കി. ആദ്യം അടുത്തുള്ള അംഗനവാടിയിലാണ് മോളെ കൊണ്ടുപോയി ചേർത്തത്. അവിടെ പോകാൻ വയ്യ എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിയപ്പോഴാണ് കുറച്ചുകൂടി മാറിയുള്ള കുഞ്ഞുങ്ങളുടെ പ്ലേ സ്കൂളിലാക്കിയത്. ഇന്നലെ വരെ അവിടെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നവളാ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി വന്നിരിക്കുന്നത്. പൂവേ, അങ്ങനെ ദിവസം സ്കൂളൊന്നും മാറാൻ പറ്റില്ല. അവിടെ മോൾക്ക് ഇഷ്ടമാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് പറ്റിയ? ഒന്നും പറ്റിയില്ല, മിച്ച അവിടെ പോണ്ട. പെണ്ണ് ഒരൊറ്റ കാറിലായിരുന്നു. പൂവേ, മതി, നിർത്തിക്കോ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ നിനക്കിപ്പോ വാശിയാണ്. അതെങ്ങനെയാ? എന്ത് ചെയ്താലും ഒപ്പം പിടിക്കാൻ ആൾക്കാരുടെ എണ്ണം കൂടിയില്ലേ? അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ മണിക്കുട്ടിൽ തന്നെയായിരുന്നു. അത് മനസ്സിലായ പോലെ പെണ്ണ് ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെടുത്തു. പൊന്നിരച്ചൻ, മോളെ വഴക്ക് പറയണ്ട. നല്ലോണം ദേഷ്യത്തിൽ തന്നെ നോക്കി പറയുന്നോളെ അതേ കലിപ്പോടെയാണ് ഹരിയും തിരിച്ചൊന്ന് നോക്കിയത്. കണ്ണുന്റെ പൊന്ന് കരയണ്ടാട്ടോ. നമുക്കേ അച്ഛനെ വെട്ടത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്തി ഉറക്കാം. എന്റെ കുഞ്ഞു കരയല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ പഴയ സ്കൂളിൽ പോയി ടീച്ചറിനോട് കാര്യം പറഞ്ഞിട്ട് പുതിയ സ്കൂളിൽ പോകാം. ഓക്കേ? ഹരിയെ നോക്കി പേടിപ്പിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പൂവ് പെട്ടെന്നൊന്ന് അടങ്ങി. ഒപ്പം അവൾ പറയുന്ന കേട്ടതും അവള് അത് മതിയെന്നുള്ള രീതിയിൽ തലയും കുലുക്കി. കൈമള് സമാധാനത്തിലൊന്ന് ദീർഘശ്വാസം എടുത്തു. അവളുടെ ദേഷ്യപ്പെടലിൽ മറുപടി എന്തോ പറയാൻ പോയ ഹരിയെ അതിനുവേണ്ടി വിലക്കുകയും ചെയ്തു. വഴക്കുണ്ടാക്കി നിന്ന് വീണ്ടും സമയം കളയാതെ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛാ, അപ്പം മോളോ? അത് നിന്റെ ഭാര്യ നോക്കിക്കോളും. തൽക്കാലം കൊച്ചിന്റെ അച്ഛനും അമ്മയും കൊച്ചിനെ നോക്ക്. വല്ലാത്തൊരു ചിരിയോടെ കൈമള് പറഞ്ഞതും അച്ഛനെ ദഹിപ്പിച്ച് നോക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ കാറിനുള്ളിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ അച്ഛ ദുസ്തനല്ലേ കണ്ണു? വണ്ടിയിൽ കയറി 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടും അച്ഛൻ തന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലെന്ന് കണ്ടിട്ട് പെണ്ണ് അവളുടെ ചെവിയിൽ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് മെല്ലെയാണ് പറഞ്ഞതെങ്കിലും കഴിഞ്ഞ 1 മാസമായി ഇടയ്ക്കും മുറയ്ക്കും ഈ സംഭവം കേൾക്കുന്നത് കൊണ്ട് തന്നെ ഹരിക്ക് അവള് പറഞ്ഞത് കൃത്യം എന്താണെന്ന് മനസ്സിലായിരുന്നു. അതുകൂടി കേട്ടതും അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരുന്നവൻ രൂക്ഷമായി പെണ്ണിനെയും പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും നോക്കി. ഷേടാ, ഇതെന്ത് കൂത്ത്? ഇതിപ്പോ കുഞ്ഞിപ്പെണ്ണ് ഓരോന്നൊക്കെ പറഞ്ഞതിന് എന്നെ കൂടി നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ ഈ പൊന്നിന്റെ അച്ഛൻ? സംഭവം പീറുപീർത്തതാണെങ്കിലും അവനത് വെടിപ്പായിട്ട് കേട്ടു. നിന്നെ നോക്കി ദഹിപ്പിക്കുകയല്ല വേണ്ടത്, എടുത്തു വല്ല തോട്ടിലും കളിയേ ചെയ്യണ്ടേ. ആകെ ഒരിത്തിരിയും പിടിയും കുരുത്തക്കേടുണ്ടായിരുന്ന എന്റെ മോളുടെ കൂടെ നീ എന്ന് കൂടിയോ അന്ന് തൊട്ടാണ് എന്റെ ഈ കുഞ്ഞിത്ര അഹങ്കാരിയായി മാറിയത്. എന്തൊക്കെയാ ഇപ്പം ഈ നാവിൽ നിന്ന് വീഴുന്നത്? കൂടെ കൊണ്ടുനടന്ന് നശിപ്പിച്ചു നീ എന്റെ കുഞ്ഞിനെ. രാവിലെ മുതലുള്ള ദേഷ്യവും കുഞ്ഞിപ്പെണ്ണിന്റെ പറച്ചിലും ഒക്കെ കൂടി വിറഞ്ഞു നിന്നവൻ വായിൽ തോന്നിയതൊക്കെ അവളെ അങ്ങ് പറഞ്ഞു. അത് കേട്ടതുപോലെ മണിക്കുട്ടിക്ക് കണ്ണു നിറഞ്ഞു. ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അവൾക്ക് അവനെ ഒരു തല്ലു കൊടുക്കണം എന്ന് പോലും തോന്നിപ്പോയ നിമിഷമായിരുന്നു അത്. ഇത്രയൊക്കെ താൻ ദേഷ്യപ്പെട്ടിട്ടും തിരിച്ച് അവിടെ നിന്ന് മറുപടിയൊന്നുമില്ല എന്ന് കണ്ടാണ് ഹരി ഇടതുവശത്തേക്ക് നോക്കുന്നത്. അവിടെ അപ്പോൾ കണ്ട ആ നിറഞ്ഞ കണ്ണുകളിൽ ഒരു നിമിഷം അവൻ വല്ലാതെയായി. തറയ്ക്ക് തട്ട് എന്ന രീതിയിൽ മറുപടിയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇവിടെ ഇപ്പോഴത്തെ ഭാവം കണ്ട് താൻ പറഞ്ഞത് സ്വല്പം കൂടിപ്പോയോ എന്ന് പോലും അവനൊരു നിമിഷം തോന്നി. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന്റെ പ്ലേ സ്കൂളിൽ എത്തിയിരുന്നു. ഹരി വണ്ടി ചവിട്ടിയതും കുഞ്ഞിപ്പെണ്ണ് അവന്റെ തോളിൽ ഒരൊറ്റയടിയും കൈത്തണ്ടിക്ക് താഴെ അമർത്തി കടിക്കുകയും ചെയ്തത് ഒത്തിരുന്നു. ആ മൂ പൂവേ! അവൻ ഒച്ചയെടുക്കും മുന്നേ തന്നെ മണിക്കുട്ടി അവളെ പിടിച്ചു വലിച്ചെങ്കിലും ഹാരിക്ക് കിട്ടാനുള്ളതൊക്കെ ഭേഷായി അപ്പോഴേക്കും കിട്ടി ബോധിച്ചിരുന്നു. എന്റെ കണ്ണുവിനെ കഴിച്ചില്ലേ?
അതുകൊണ്ട് അയ്യും കരഞ്ഞു. ആകെ ഉറഞ്ഞു തുള്ളി ഭദ്രകാളിയെപ്പോലെ നിൽക്കുന്ന കുഞ്ഞിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഇപ്പൊ കിട്ടിയുടെ കടിയുടെ ശരിക്കുള്ള കാരണം അവന് പോലും മനസ്സിലാവുന്നത്. അവനെ ഒന്നുകൂടി നോക്കിയിട്ട് വീണ്ടും തല്ലാൻ പോയതും മണിക്കുട്ടി അവളെ ആകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചുകൊണ്ട് മോളെ കയ്യിലെടുത്തുകൊണ്ട് പോകുന്നവളെ ഹരി കാറിലൂടെ നോക്കിയിരുന്നു. ഇന്നിപ്പനി എന്താകുമോ എന്തോ. അവിടെ ടീച്ചറിനോട് പറഞ്ഞിട്ട് അംഗനവാടിയിൽ പോകാം എന്നുള്ള കണ്ടീഷനിലാണ് പെണ്ണ് കൂടെ വന്നത് തന്നെ. ഇനി ചിലപ്പോ ഇപ്പോഴത്തെ ബഹളത്തിന്റെ പുറത്ത് രാവിലെ പറഞ്ഞത് മറന്നുപോയി കാണാനും വഴിയുണ്ട്. ഇനി അഥവാ ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ വന്നാൽ അവൾക്കും തനിക്കും ഇന്ന് ലേറ്റ് ആകും എന്നുള്ള കാര്യം ഉറപ്പ്. ഇന്നാണെങ്കിൽ ആദ്യത്തെ പീരീഡ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു. ഇനിയിപ്പം മണിക്കുട്ടി ആക്കിയിട്ട് വരുമ്പോൾ എന്തായാലും സമയം പിടിക്കും. അവൻ കയ്യിലെ ഫോൺ എടുത്ത് പ്രിൻസിപ്പലിന്റെ നമ്പർ ഡയൽ ചെയ്തു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു തീർന്നപ്പോഴേക്കും സൈഡിലെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ അകത്ത് കയറിയിരിക്കുന്നവളെയും അല്പം എത്തി പുറത്തേക്കൊന്ന് നോക്കി. ഇവിടുന്ന് കൊണ്ടുപോയ പ്രോഡക്റ്റ് അകത്ത് ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ കയറിയിരുന്നപ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഒരുത്തിയുടെ തല ചരിച്ച് പുറത്തേക്കായി നോക്കും പോലെ ഇരുത്തിയിരിക്കുകയാണ്. കുറച്ചു മുന്നേ പറഞ്ഞതിന്റെ കേന്ദ്രയാണെന്ന് തോന്നുന്നു. അതൊന്ന് കൂടുതലൊന്നും ആലോചിക്കാതെ അവന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും അവൻ പെണ്ണിനെ നോക്കി ചോദിച്ചുപോയി, മോള് ഇവിടെ തന്നെ ഇരുന്നോളാമെന്ന് പറഞ്ഞോ? അപ്പോ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? അതിശയം കൊണ്ട് ചോദിക്കാതിരിക്കാൻ അവന് പറ്റിയില്ല. എന്തേ, ഉണ്ടാക്കണമായിരുന്നോ? എത്ര മിണ്ടാതിരുന്നിട്ടും പിന്നെയും കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചു വരുന്നതിനോട് അവസാനം അവൾക്ക് ദേഷ്യപ്പെട്ട് മറുപടി പറയേണ്ടി വന്നു. നേരത്തെ ഒന്നും എന്റെ മോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണല്ലോ. നല്ലോണം പുച്ഛത്തിൽ അവൻ പറഞ്ഞതും അതുകൂടി കേട്ട പെണ്ണ് കണ്ണു നിറച്ച് അവനെ ഒട്ടും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്നു. എന്നാൽ ആ നേരം ധൃതി പിടിച്ച് വണ്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ അവളുടെ കണ്ണു നിറഞ്ഞത് അവൻ കണ്ടില്ല. ഇതിനിടയ്ക്ക് സ്കൂളിൽ നിന്നും സാറിന്റെ കോളുകൂടി എത്തിയതും സത്യം പറഞ്ഞാൽ ഹരിയുടെ ശ്രദ്ധ അവളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയി. അതുകൊണ്ട് തന്നെ രാവിലെ അവളോട് ദേഷ്യപ്പെട്ടതോ പിന്നെ അവളെ ദേഷ്യപ്പിടിപ്പിച്ചതോ എന്തിന്? അവളുടെ ഇപ്പോഴത്തെ മാറ്റമോ ഒന്നും അറിയാതെ വണ്ടി അവളുടെ കോളേജിന് മുന്നിലേക്ക് അവൻ കൊണ്ടുചെന്ന് ചവിട്ടി. മെയിൻ ഗേറ്റിന് മുന്നിലേക്ക് എത്തി വണ്ടി നിർത്തിയതും മണിക്കുട്ടി അതിൽ നിന്നും ചാടിയിറങ്ങി. സാധാരണ എത്ര പ്രശ്നമുണ്ടാക്കിയാലും ഇറങ്ങും നേരം പോകുക എന്ന് പറയുന്നവൾ അന്ന് ആദ്യമായി അവനെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ കോളേജിനുള്ളിലേക്ക് ഓടിക്കയറിപ്പോയതും ഹരിക്ക് എവിടെയൊക്കെയോ അത് വല്ലാതെ കയറി കൊണ്ടു. ഇവള് ഒന്ന് നോക്കുപോലും ചെയ്യാതെ ഇറങ്ങിപ്പോയോ? വാക്കുകളിൽ ദേഷ്യമാണ് വന്നതെങ്കിലും അറിയാതെ ഒരു നോവ് അവനെ എവിടെയൊക്കെയോ വല്ലാതെ ഉലച്ചു. അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുന്ന കൂട്ടുകാര് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.